വെൽക്കം ബാക്ക് മൈ ടു ചാനൽ. അപ്പം നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ വെറൈറ്റി ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ബട്ടർ ചിക്കനൊക്കെ കഴിച്ചവരാണല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബട്ടർ ചെമ്മീനൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ, അതെങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ എല്ലാവരുടെ വീട്ടിൽ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഹോട്ടലിലൊന്നും പോയി കഴിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ നമ്മളെ ഗ്യാരണ്ടിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അടിപൊളിയാണ്, സൂപ്പർ ടേസ്റ്റിയാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ഉണ്ടാക്കി നോക്കണം. കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഫുൾ വീഡിയോ എങ്ങനെയാണെന്നുള്ള കണ്ടു നോക്കിയാലോ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മളെ വീഡിയോ മുഴുവനായിട്ട് കാണട്ടോ. അപ്പോൾ അത് നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ള കൊഞ്ചാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പം തന്നെ വേണം കേട്ടോ. കുഞ്ഞു കൊഞ്ചിനെ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയാൽ നമുക്ക് കാണുമ്പോൾ നമുക്ക് അത്ര പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തായാലും വലിയ കൊഞ്ച് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് കുഞ്ഞുള്ളി ചോപ്പ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 2-3 പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്തതിനെ എടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇഞ്ചി വേണ്ട, വെളുത്തുള്ളി മാത്രം മതി. വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കൊഞ്ച് മുറിക്കുന്ന സമയത്ത് തലയോടെ തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. തോലും കളയരുത് കേട്ടോ, ഒട്ടും തോല് കളയാതെ വേണം എടുക്കാൻ. തോല് നമ്മൾ കഴിക്കുന്ന സമയത്ത് മാത്രമാണ് എടുത്ത് കളയുന്നത്. പക്ഷേ തോല് കളഞ്ഞിട്ടില്ലെങ്കിലും അതിൻ്റെ പുറത്തുള്ള ആ നാര് നമ്മൾ മസ്റ്റായിട്ട് എടുത്ത് നടുവൊന്ന് കീറി കൊടുത്താൽ നമുക്ക് അതിൻ്റെ ചേറും ചളിയൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതാ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു കഷ്ണം ബട്ടർ തന്നെ ചേർത്ത് കൊടുക്കുക. അത് സാൾട്ട് ബട്ടറായാലും കുഴപ്പമില്ല, സാൾട്ട് ഇല്ലാത്ത ബട്ടറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബട്ടറാണ് നിങ്ങളെ കയ്യിലുള്ളത്, സ്റ്റോക്കായിട്ടുള്ളത് അത് തന്നെ എടുത്തോളൂ കേട്ടോ. പുതിയത് വാങ്ങാനൊന്നും പോകേണ്ട, ഉള്ളവർ ഏതാണോ ഉള്ളത് അത് തന്നെ എടുത്തോളുക. എന്നിട്ട് നമ്മൾ കൊഞ്ചാണ് ആദ്യം ഫ്രൈ ആക്കി എടുക്കാൻ പോകുന്നത്. അത് നമ്മളൊന്നും ചേർത്ത് ഉപ്പും ഒന്നും ചേർക്കുന്നില്ല. കാരണം നമ്മുടെ ബട്ടറിൽ അത്യാവശ്യം കുറച്ച് ഉപ്പ് ഉണ്ടാവും. പിന്നെ നമ്മൾ ജസ്റ്റ് മേലെ നിന്ന് കുടഞ്ഞു കൊടുക്കുന്ന ആളും കേട്ടോ ഉപ്പ്. അപ്പോൾ നമ്മൾ കൊഞ്ച് മുഴുവനായിട്ടും വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക്കിൻ്റെ കുറച്ചൊരു ഭാഗം നമ്മൾക്ക് ഈ കൊഞ്ചിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുക. കൊഞ്ചിൻ്റെ കൂടെ ഫ്രൈ ആവേണ്ടതാണ് കേട്ടോ. അതും കൂടി ഒന്ന് മുരിഞ്ഞ് കിട്ടേണ്ടതാണ് കൊഞ്ചിൻ്റെ കൂടെ തന്നെ. എന്നിട്ട് നമ്മളിത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത്. ഞാൻ മറക്കില്ല, നമ്മൾ കൊഞ്ചിൻ്റെ മേലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്, അതാണ് ചേർത്തിട്ടുള്ളത്, അത് മറന്നു പോകരുത്. എന്നിട്ട് അതിന് മുകളിൽ നമ്മൾ കറുത്ത കുരുമുളകിൻ്റെ പൊടി, കുറച്ച് കറുപ്പ് മതി, വൈറ്റ് കുരുമുളക് എടുക്കണ്ട. അതായത് കറുത്ത പെപ്പർ തന്നെ എടുക്കുക, ബ്ലാക്ക് പെപ്പർ തന്നെ പൗഡർ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കട്ടോ. ഒന്ന് ചതച്ചതായാലും കുഴപ്പമില്ല, പൗഡറാക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അപ്പുറം നന്നായിട്ട് തന്നെ മുരിച്ച് വേവിച്ചെടുക്കട്ടോ. കൊഞ്ചിന് കുറച്ച് വേവ് കൂടുതലുള്ള മീനാണല്ലോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം കൊഞ്ച് വേവിച്ച് തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ കൊഞ്ചൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. അപ്പുറം തിരിച്ചിട്ട് വേവിക്കാൻ മറക്കരുത്. നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് കൊഞ്ചിൻ്റെ കളർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, ഒരു ഗോൾഡിഷ് കളറായി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 2 സൈഡിലും ആയിട്ട് വരിക. എന്നിട്ട് നമുക്കിത് കോരി മാറ്റിയിട്ട് വെക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ മുഴുവനും ആയി ഇതുപോലെ ഇതിപ്പോൾ നമ്മൾ കൊഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതേ പാനിൽ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ മസാല കൂട്ടും ഒക്കെ ഇത് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബട്ടർ ചെമ്മീൻ്റെ റെസിപ്പി വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ. കുട്ടികളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. കൊഞ്ച് കഴിക്കാത്ത മക്കൾ സ്വതവേ കുറവായിരിക്കും. പിന്നെ ചിലർക്ക് പറ്റായ്മ ഉള്ളവരുണ്ടാവും. അപ്പോൾ അവരൊന്ന് തൽക്കാലം ക്ഷമിക്കുക, നമുക്ക് വേറെ റെസിപ്പിയൊക്കെ ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ കുട്ടികൾ കൊഞ്ച് കഴിക്കാത്ത മക്കളുണ്ടാവും. അവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കൊഞ്ചാണെന്നറിയാതെ തന്നെ അവരെ കൊണ്ട് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പറയുക ഇത് കൊഞ്ചിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അവരെന്നെ ഞെട്ടിപ്പോവും. അപ്പോൾ അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കാൻ വേണ്ടി ശ്രമിക്കട്ടോ. അപ്പോൾ ഇത് നമ്മൾ അതേ പാനിൽ തന്നെ കുറച്ചും കൂടി ഒരു കഷ്ണം കൂടി ബട്ടർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കി ഗാർലിക്ക് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, ആ ഗാർലിക്ക് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ വാട്ടിയെടുക്കുക. അതിൻ്റെ റോ സ്മെല്ലൊക്കെ മാറുന്ന രീതിക്ക് ഒന്ന് മിക്സ് ആക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് സവാള ചേർത്തിട്ട് നമ്മൾ സവാളയും കൂടി വഴറ്റിയെടുക്കുകയാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ വാടിക്കോട്ടെ. ഒരു 3 മീഡിയം സൈസുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലനുസരിച്ച് നമ്മളെല്ലാം കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക. അത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ.
അപ്പോൾ അത് നമ്മളെ ഇതൊക്കെ നന്നായിട്ട് തന്നെ വാടി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഉള്ളി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഉള്ളി ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ അതായത് നമ്മൾ വെളുത്തുള്ളി ഉണ്ടല്ലോ അത്യാവശ്യം നന്നായിട്ട് തന്നെ മുരിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ സവാള ചേർത്ത് കൊടുക്കുകയാണ്. സവാളയും അത്യാവശ്യം നന്നായിട്ട് തന്നെ വാടി കിട്ടാൻ വേണ്ടി കുറച്ചൊരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഓവറായി പോണ്ട. നമ്മൾ മറ്റേ ചെമ്മീനിലും അതുപോലെ തന്നെ ഒക്കെ ചേർത്ത് കൊടുത്തതിനെ കൊണ്ട് ഓവറായി പോകരുത്. ബട്ടറിലും ഉപ്പുള്ളത് കൊണ്ട് ഓവറായി പോകരുത്. അപ്പോൾ ജസ്റ്റ് നോക്കുക. എന്നിട്ട് കുറച്ച് ഉള്ളി പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് നമ്മളെ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വാടി വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 2 അല്ലെങ്കിൽ ഒരു 3 പച്ചമുളക്. ഇതാണ് നമ്മൾ പച്ചമുളകിൻ്റെ എരിവാണ് ഇതിലുണ്ടാകുക. പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയിൽ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കി പച്ചമുളക് എരിവ് കൂടുതൽ വേണ്ടവർക്ക് 2 പച്ചമുളക് കൂടി അധികം ഇട്ട് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു 250 ml ഫ്രഷ് ക്രീം മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണേ. ഒരു 250 ഗ്രാമിൻ്റെ എടുത്താൽ അത് നമുക്ക് മുഴുവനായിട്ടും ഒരു 3 സവാളക്ക് വേണ്ടിയിട്ടുള്ള ഫ്രഷ് ക്രീം അതിലുണ്ടാവും. അപ്പോൾ അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ലോണം തന്നെ മിക്സാക്കി എടുക്കുക. ഇതിൽ നമ്മൾ തേങ്ങാപ്പാൽ 1.5 ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ക്രീം ഇഷ്ടമില്ലാത്തവർക്ക് പൊതുവേ കുറവായിരിക്കും. കാരണം പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ഇല്ലാത്തതാണ്, എന്നാൽ കഴിക്കാൻ സൂപ്പറുമാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് മിക്സാക്കിയതിന് ശേഷം അതായത് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കുക. എന്നിട്ട് കുറച്ച് ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് നമുക്ക് കുറച്ചും കൂടി ഫ്രഷ് ക്രീം ആവശ്യം വന്നിട്ട് നമ്മൾ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് വെച്ചിട്ട് നമുക്ക് മിക്സാക്കി എടുക്കാം. ലൂസ് വേണ്ടവർക്ക് കുറച്ച് വെള്ളം, അതായത് പച്ചവെള്ളം ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ചും കൂടി ഫ്രഷ് ക്രീം തന്നെ ചേർത്ത് കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ചുകൂടി ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വെള്ളം മതിയെങ്കിൽ വെള്ളവും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫ്രഷ് ക്രീമാണ് ഒന്നും കൂടി ടേസ്റ്റ് ആവുക. നമ്മൾ വെള്ളം ചേർക്കാതെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഒന്നുകൂടി ടേസ്റ്റ് വരും. അപ്പോൾ നിങ്ങൾ എന്താക്കുക, ഫ്രഷ് ക്രീമായാലും കുഴപ്പമില്ല, വെള്ളമായാലും കുഴപ്പമില്ല, ജസ്റ്റ് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അധികം വെള്ളം ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക, ബാക്കി ഫ്രഷ് ക്രീം തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ചും കൂടി മല്ലിയില ചെറുതാക്കി മുറിച്ചിട്ടതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സാക്കി വെക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ഇത്രയേ ഉള്ളൂ, എളുപ്പ പണിയാണ്. ഇതാണ് നമ്മുടെ ബട്ടർ ചെമ്മീൻ്റെ റെസിപ്പി വീഡിയോ. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ രാത്രിയിൽ കഴിക്കാൻ, അതുപോലെ തന്നെ രാവിലെയൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനിയും വീഡിയോസ് എനിക്ക് ഇടാനുള്ള പ്രചോദനമായിട്ട് കിട്ടുന്നത്. അപ്പം മസ്റ്റായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് മുഴുവനായിട്ട് എൻ്റെ വീഡിയോ കാണുക. പ്ലീസ് watch full video. Bye bye, see you.